ദിവസമായി നാം വാഴ്ത്തപ്പെടണം. ഇത് നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്ന ദൈവവചനം പറയുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല എന്നുള്ള തിരുവെഴുത്താണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ദൈവത്തോട് ചേർന്നിരുന്ന വ്യക്തിയാണ്. യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതി, അപ്പോൾ തന്നെ 3 ലേഖനങ്ങൾ എഴുതി. പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് യോഹന്നാൻ ദൈവിക ദർശനം പ്രാപിച്ചയാണ്, വെളിപ്പാട് കണ്ടയാണ്. മേലാൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ യോഹന്നാൻ മരിച്ച് അല്ലെങ്കിൽ പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിൽ യോഹന്നാനും വിശ്രമിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. വിശുദ്ധന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിൽ വിശ്രമിക്കുക. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ യേശു സ്നേഹിച്ച ഈ ലേഖനം എഴുതിയ യോഹന്നാനും ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ആ യോഹന്നാനാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല എന്ന് യോഹന്നാൻ പറയുമ്പോൾ ഓർക്കും നമ്മുടെ സാഹചര്യം. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് പിതാവുമായി സ്വീകരിച്ച ഒരു ഭക്തൻ, ഒരു ആണായാലും പെണ്ണായാലും ഒരു ദൈവമക്കളാണ്. പക്ഷെ മരണം നമുക്ക് വെച്ചിട്ടുണ്ട്, മരണാനന്തര ജീവിതം നമുക്കുണ്ട്. മരണത്തിന് ശേഷം നാം ഇന്നതാകും, കർത്താവ് വരുമ്പോൾ നാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് വളരെ ജാഗ്രതയോടെ, ഭയഭക്തിയോടെ, വിശുദ്ധിയോടെ ജീവിക്കുന്നത്. രക്തം ചെയ്യും. യോഹന്നാനും അപ്രതീക്ഷയാണ്, നമ്മളും അപ്രതീക്ഷയിലാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരാൾ ദൈവവൈതലാകുന്നു എന്ന് പറയുന്നത്, ദൈവമകനായി ദൈവമകളായി ജീവിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു വലിയ തേജസ്സേറിയ അനുഭവമാണ്. വളരെ അഭിമാനമുള്ള ഒരു പ്രശ്നമാണ്. ഈ ഭൂമിയിൽ വെച്ച് ഞാൻ യേശുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ദൈവത്തിന്റെ മകനായി എന്ന് പറയുന്നതിനേക്കാൾ വേറൊരു തേജസ്സേറിയ അനുഭവം ഇല്ല. അപ്പം ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് പറയുന്നത് നമുക്ക് അഭിമാനം കൊള്ളുവാൻ കഴിയണം. ഈശ്വരം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പമായത്തിൽ ഞങ്ങളൊക്കെ വളരെ വലിയ പ്രശ്നക്കാരായിരുന്നു, വളരെ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ ദേശത്തിന് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിയമപാലകർക്കായാലും കുടുംബങ്ങൾക്കായിരിക്കും സമൂഹത്തിനായാലും. അപ്പോഴൊക്കെ ജനം പറയുമായിരുന്നു, വലിയ ഇവരൊക്കെ ആരുടെ സന്തതികളാണെന്ന്. ഞങ്ങൾ വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. പലരും പറയും ഇവന്മാരൊക്കെ പിശാചിന്റെ മക്കളാണെന്ന്. അന്ന് ഞങ്ങളോടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു കണക്ക് പറഞ്ഞാൽ ശരിയായിരുന്നു. യേശു ക്രിസ്തുവിനെ അറിയാതെ, യേശുവിനെ സ്വന്തം രക്ഷിതാവുമായി സേവിക്കാതെ നാം ലോകത്തിൽ ജീവിച്ചപ്പോൾ ലോകക്കാരെ പോലെ ജീവിച്ച് ലോകത്തിന്റെ ആദിപാഠങ്ങൾക്കകത്ത് വീണ് അവര് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ പലപ്പോഴും ഹല്ലേലൂയ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നോട്ടപ്പുള്ളിയായി. പക്ഷെ യേശുവിനെ അറിഞ്ഞപ്പോഴാണ്, കർത്താവിലേക്ക് വന്നപ്പോഴാണ് അന്ന് കേട്ട വാക്കുകളുടെ വില മനസ്സിലായത്. ഇപ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാനൊരു ദൈവ വൈതലാണ്, ഞാനൊരു ദൈവമകനാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ എന്റെ കർത്താവിന്റെ വരവെങ്കിൽ എനിക്ക് തേജസ്സേറിയൊരു അനുഭവം കിട്ടുമെന്നുള്ള ശുഭവിശ്വാസത്തിലെ എന്റെ യാത്ര. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു ദൈവവൈതലായി ജീവിക്കണം. ഇവിടെ കൊണ്ട് തീരുന്നതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ മരിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതം തീരുന്നില്ല. നിങ്ങളുടെ ജീവിതം മരണത്തോടുകൂടി തുടങ്ങുകയാണ്. അത് നരകത്തിൽ വേണോ ദൈവരാജ്യത്തിൽ വേണോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. രക്തം ചെയ്യും. നമ്മളെടുക്കുന്ന തീരുമാനമാണ് നമ്മളെ മുമ്പോട്ട് നടത്തുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ.
ഇവിടെ ദൈവത്തിന് അത് വായിക്കുന്നുണ്ട്. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിന് അധികം സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 7-10 വാക്യങ്ങൾ വായിക്കാൻ കാണാൻ. കാരണം അവിടെ നമുക്ക് നല്ല സുപരിചിതമായി വചനം. 100 ആടുകളിലൊന്ന് കാണാതെ പോകും. 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയിനെ തിരഞ്ഞ് തേടി പിടിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അതിലെ തോളിലേറ്റി കൊണ്ടുവന്നിരുമ്പോൾ കർത്താവ് പറഞ്ഞതാണ്, ഹല്ലേലൂയ, സ്തോത്രം, മാനസാന്തരപ്പെടാത്ത 99 കാണും. ഹല്ലേലൂയ. 99 അല്ലെ നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാതയെ കുറിച്ച്. രണ്ടാമത്തെ ഭാഗം കാണാതെ പോയ ദ്രഹ്മയാണ്. ആ ദ്രഹ്മ കണ്ടുകിട്ടിയപ്പോൾ അവൾക്കുണ്ടായ സന്തോഷം. അപ്പോഴും പറയുന്നത് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നീ മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ, ഒരു പാപിയായ മനുഷ്യൻ തന്റെ പാപങ്ങളെ ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ, നാം ഈ ഭൂമി ജീവിക്കുന്ന നമ്മുടെ പാരമ്പര്യവും നമ്മുടെ മഹിമയും മഹത്വവും നമ്മുടെ പ്രതാപങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ കാണുന്ന സകല ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ യേശുക്രിസ്തു, യേശു മാത്രമാണ് ദൈവമെന്നും യേശു മാത്രമാണ് രക്ഷിതാവെന്നും യേശുക്രിസ്തുവിന് മാത്രമേ വീണ്ടെടുപ്പുള്ളൂ എന്നും നാം തിരിച്ചറിഞ്ഞ് യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ, യേശുവിനെ നാം രക്ഷിതാവ് വിധമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാനസാന്തരം അത് സ്വർഗത്തിൽ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം പറയുന്നത് നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ അതിന്റെ ചരിത്രഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ലോകത്തിൽ നമ്മുടെ പദവി എന്താണെന്ന് പറയുന്നുവെങ്കിലും ഭാവിയിൽ എന്തായി തീരുമെന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ഭൂമിയിൽ നമ്മൾ ദൈവമക്കൾ എന്നുള്ള പദവിയുണ്ട്. ലോകപ്രകാരം അനവധി പദവികളുള്ളവരുമുണ്ട്. പക്ഷേ സ്തോത്രം, നാം എന്തായി തീരുമെന്ന്, ഹല്ലേലൂയ, ഭാവിയിൽ നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അല്ലേ? എന്നാൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവരോട് സദൃശനായി തീരുമെന്ന് യോഹന്നാൻ പറയുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവരോട് സദൃശനായി തീരുമെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹൈന്ദവ വീക്ഷണത്തിൽ മോക്ഷം പ്രാപിക്കുവാൻ 4 പരിപാടികളാണ് ഉള്ളത്. നമ്മൾ ഹൈന്ദവ ആചാരം, അവരുടെ വേദങ്ങൾ ഒക്കെ പഠിച്ചാൽ മോക്ഷം പ്രാപിക്കുന്ന 4 പടികളാണ്. അതിൽ ഒന്നാമത്തേതാണ് സാലോക്യം, രണ്ടാമത്തെ സാമീപ്യം, മൂന്നാമത്തെ സാരൂപ്യം, നാലാമത് സായുജ്യം എന്നിവയാണ് ആ 4 പടികൾ. ഹല്ലേലൂയ. ആ 4 പടികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത്തെ സാലോക്യം എന്നാൽ വിദൂരത്തിൽ നിന്നും ഈശ്വരനെ ദർശിക്കുക എന്നാണ്. രണ്ടാമത്തെ സാമീപ്യമാണ്. സാമീപ്യം എന്നാൽ ഈശ്വരനുമായി കൂടുതൽ അടുത്ത് സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് സാരൂപ്യമാണ്. സാരൂപ്യം എന്നാൽ ഈശ്വരനുമായി സാദൃശ്യമുള്ളവനായി തീരുക എന്നുള്ളതാണ്. നാലാമത്തെ സായുജ്യമാണ്. സായുജ്യം എന്നാൽ ഈശ്വരനിൽ തന്നെ ലയിക്കുക. എന്നാൽ ഈ നിലയിലുള്ള ഒരു അഭിപ്രായമല്ല, ഒരു ദൈവവചനമല്ല യോഹന്നാൻ പറയുന്നത്. ഹൈന്ദവ വീക്ഷണപ്രകാരമുള്ള ഒരു ആലോചനയല്ല യോഹന്നാനോട് പറയുന്നത്. യോഹന്നാൻ പറയുന്നത് മഹത്വ സമ്പൂർണനായ മശിഹയെ മുഖാമുഖമായി നമുക്ക് കാണുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ മാനവ പ്രകൃതി തന്നെ മാറണമെന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മഹത്വപൂർണനായ ദൈവമാണ്, തേജസ് പ്രാപിച്ചവനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖാമുഖമായി കാണണമെങ്കിൽ നമ്മുടെ ഈ മാനവ പ്രകൃതി, ഇപ്പോൾ നമ്മുടെ ഈ പ്രകൃതിക്ക് മാറ്റം വരും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മഹത്വീകരണം പ്രാപിച്ച ശേഷം മാത്രമേ നമുക്ക് സാധ്യമാകൂ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനോടുകൂടെ നമുക്ക് സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. ആകയാൽ മശിഹായുടെ പ്രത്യക്ഷതയെ നോക്കി പാർത്തുകൊണ്ട് ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാമെന്ന് പരമാർത്ഥമായി സത്യവേദ പുസ്തകം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ജീവിച്ച് എങ്ങനെ നടന്ന് എന്തും തിന്നും കുടിച്ചും പറഞ്ഞും നടന്നും, ഹല്ലേലൂയ, വിറ്റും പെറുക്കിയും മേടിച്ചും സമ്പാദിച്ചും പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും വെട്ടിപ്പിടിച്ചും കൊള്ളപ്പലിശയിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുത്ത് മറ്റുള്ളവന്റെ കണ്ണുനീര്, മറ്റുള്ളവന്റെ
ഒക്കെ അപഹരിച്ചെടുത്ത് പലിശയ്ക്ക് പണം കൊടുത്തിട്ട് മറ്റുള്ളവരുടെ ആധാരമൊക്കെ വാങ്ങി വെച്ചിട്ട് അങ്ങനെ അനവധി ആധാരങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊന്നും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. എങ്ങനെയൊക്കെ ജീവിച്ച ദൈവരാജ്യത്തിൽ ചെല്ലാമെന്ന് ചിന്തിക്കരുത്. ദൈവരാജ്യം പാപികൾക്കുള്ളതല്ല, വിശുദ്ധന്മാർക്കുള്ളതാണ്. ദൈവരാജ്യം പാപികൾക്കുള്ളതല്ല, വിശുദ്ധന്മാർക്കുള്ളതാണ്. വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് പാപത്തിന് പരിഹാരം വരുത്തിയവർക്കുള്ളതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു പാപിക്ക് ചെല്ലാൻ പറ്റത്തില്ല, ഒരു പാപിക്ക് ഇവിടെ കയറി കൂടാനും പറ്റത്തില്ല. അല്ലേലിയ, സ്തോത്രം. നമ്മളൊക്കെ പറയുമല്ലോ സ്തോത്രം. ആ മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു, ഭയങ്കര ജനത്തിരക്കായിരുന്നു. ഞാൻ അതിനിടയിലൂടെ ഒന്ന് നുഴഞ്ഞങ്ങോട്ട് കയറി തള്ളിക്കയറി എന്നൊക്കെ നമ്മൾ പറയേ. ഞാനങ്ങനെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് പണ്ട്, ഇപ്പോഴല്ല പണ്ട്. ഇപ്പം പലരും പറയുന്നത് കേൾക്കാറുണ്ട്, എന്റെ പാസ് സ്ഥലമൊന്നുമില്ലായിരുന്നു, പിന്നെ അതിനകത്ത് തള്ളിക്കയറി ഒരു സീറ്റ് കിട്ടി. അങ്ങനെ നമുക്ക് ഭൂമിയിൽ ചെയ്യുന്നത് പോലെ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അല്ലേരിയ, എങ്ങനെയെങ്കിലും ദൈവരാജ്യത്തിൽ നുഴഞ്ഞു കയറി തള്ളിക്കയറി അവിടെ ഒരു സീറ്റ് മേടിക്കാൻ ഈ ഉലകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം സഹോദര, സഹോദരി. നീ പാപിയായ മനുഷ്യനാ, നീ പാപത്തിൽ ജീവിക്കുന്നവനാ. പാപം നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു കിടക്കുന്നു. നിന്നിൽ കാണുമ്പോൾ തന്നെ അറിയാം നിന്റെ ഉള്ളിലെ പാപ സ്വഭാവങ്ങൾ. അത് നിന്റെ രീതിയിലൂടെ, പ്രവൃത്തിയിലൂടെ, നിന്റെ നോട്ടത്തിലൂടെ, ചിന്തയിലൂടെ, നിന്റെ കൊടുക്കൽ വാങ്ങൽ, നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും നിന്റെ ഉള്ളിലെ പാപത്തെ കാണാൻ കഴിയും. അല്ലേലിയ. പക്ഷെ ആ പാപം ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയൂ. പണ്ടുള്ള പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, വെളുത്തതെല്ലാം പാലാണെന്ന് പറയാറുണ്ട്. വെളുത്തതെല്ലാം പാലാണ്. വെളുത്തതെല്ലാം പാലാണെന്ന് പറഞ്ഞ് നാം എടുത്തു കുടിച്ചാൽ അത് റബ്ബർ വെട്ടിയെടുക്കുന്ന റബ്ബർ പാലാണെങ്കിൽ അത് നമ്മുടെ വയറ്റിൽ ചെന്നാൽ അത് ദഹിക്കത്തില്ല, ചണ്ടിയായി മാറിയിട്ട് അവസാനം മനുഷ്യൻ തന്നെ മരിക്കും. എന്ന് പറഞ്ഞാൽ വെളുത്തതെല്ലാം പാലല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. മനുഷ്യൻ മുമ്പല്ല കൊണ്ട് ചിരിക്കുന്നുണ്ടെങ്കിലും, മനുഷ്യൻ നല്ല വസ്ത്രധാരണമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ വിശുദ്ധനായിരിക്കണമെന്നില്ല. ആ മനുഷ്യൻ വിശുദ്ധനായിരിക്കണമെങ്കിൽ തന്റെ പാപത്തെ, ആദാമിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപത്തെ, പിതാക്കന്മാരിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപത്തെ, തലമുറയായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന പാപത്തെ നാം മനസ്സിലാക്കി ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെടണം. പ്രൈസ്. മാനസാന്തരപ്പെടാത്ത ഒരു പാപിക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പള്ളിയിൽ പോയത് കൊണ്ടോ, ആമേ സൺഡേ സ്കൂൾ പഠിച്ചത് കൊണ്ടെന്നോ, സ്കേറ്റസം പഠിച്ചത് കൊണ്ടോ, ആമേ നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുത്തത് കൊണ്ടോ ഒന്നും നമുക്ക് ദൈവരാജ്യം കിട്ടത്തില്ല. ദൈവരാജ്യം കിട്ടണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാത്ത ഒരുവനും കർത്താവിനെ മുഖാമുഖമായി കാണാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിനോട് എടുക്കപ്പെടുവാനും കർത്താവിനെ നമുക്ക് മുഖാമുഖമായി കാണാനും കഴിയുള്ളൂ. രക്തം ചെയ്യണം. അവിടെ എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ മാനസാന്തരപ്പെട്ട്, സഹോദരി മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യന് നഷ്ടമായ ദൈവിക സാദൃശ്യം. ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നമുക്കത് തിരികെ ലഭിക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ആദാമിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് മടക്കി കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, മടക്കി കിട്ടും. ഹല്ലേലൂയ. ഓരോ വിശ്വാസിയും പരസ്പരം തിരിച്ചറിയുവാൻ പര്യാപ്തമായ വ്യക്തിത്വത്തിന്റെ ഉടമകളായി സ്വർഗത്തിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിൽ ചെന്നാലും ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി തിരിച്ചറിയാൻ കഴിയത്തക്ക നിലയിലുള്ള ജീവിതമാണ് ദൈവരാജ്യത്തിൽ നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ടും നല്ല വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ഏറ്റവും നല്ല സുന്ദരമായ രീതിയിൽ നടന്നാലും നമ്മൾ വിശുദ്ധരല്ലെന്നാണ്. വിശുദ്ധനാണെങ്കിൽ ബൈബിൾ പറയുന്ന പ്രമാണം അനുസരിക്കണം. ഒരു മനുഷ്യനെ പാപത്തിന് പരിഹരിച്ച് പാപത്തിന് ശുദ്ധീകരണം വരുത്ത ആദാമ്യ പാപത്തിൽ നിന്ന് ഹല്ലേലൂയ ആ പാപം ക്ഷമിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നാം തേജസ് പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭൂമിയിൽ വെച്ച് പാപപരിഹാരം വരുത്തണം, ശുദ്ധീകരണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ ധാർമ്മിക ആത്മീക മണ്ഡലങ്ങളിൽ
നാം ക്രിസ്തുവിന് സാദൃശ്യമായി തീരണം. ഭൂമി ജീവിക്കാൻ നമുക്ക് എല്ലാവരും ജീവിക്കുന്നത് പോകാൻ പറ്റത്തില്ല. ഇവിടെ ദൈവത്തിന് ഈ ലോക ജീവിതത്തിൽ നിങ്ങളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങൾ നിറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഈ ലോകത്തെ വിട്ട് നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് മഹിമയേറിയ മാറ്റങ്ങളെ നൽകും. അല്ലെങ്കിൽ ഈ ലോകം വിട്ട് നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒന്നുകിൽ കർത്താവിന്റെ വരവിനോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾ മരണത്തോടുകൂടി നിങ്ങൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് മഹിമയേറിയ മാറ്റങ്ങളെ കർത്താവ് തരും. ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ അവരോട് സദൃശന്മാരാകുമെന്ന് യോഹന്നാൻ പറയുകയാണ്. അങ്ങനെ തേജസ്സിന്മേൽ തേജസ് അണഞ്ഞ് രൂപാന്തരം പ്രാപിക്കുമെന്ന് നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അത് അല്ലെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. കർത്താവിന്റെ വരവിലാകട്ടോ. അല്ലേ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ശുശ്രൂഷയും തേജസ്സിന്റെ ശുശ്രൂഷയും ഉണ്ടെന്നുള്ളത് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അതിന്റെ ചരിത്രഭാഗമൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കല്ലിൽ കൊത്തിയ മരണ ശുശ്രൂഷ തേജസ്സോടു കൂടിയാണെന്ന് തേജസ്സോടു കൂടിയായിരുന്നു മോശയ്ക്ക് ദൈവം കൊടുത്തത്. അല്ലേ? അതുമായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശയുടെ മുഖത്തേജസ് ജലത്തെ ഭീതിപ്പെടുത്തും വിധം ശോഭാപൂരിതമായിരുന്നു. മോശയുടെ മുഖത്ത് നോക്കാൻ കഴിയില്ലായിരുന്നു. അല്ലേലിയ, സ്തോത്രം. അല്ലേലിയ. ആ ശോഭ പിന്നീട് മങ്ങിപ്പോയെന്ന് പൗലോസ് പറയാം. കല്ലിൽ കൊത്തിക്കൊടുത്ത ദൈവകൽപ്പന തേജസ്സോടുകൂടി ആ തേജസ്സേറിയ കൽപ്പനയോടി മോശ ഇറങ്ങി വരുന്നപ്പോൾ മോശയുടെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ മുഖം ശോഭാപരിപൂർണമായി. എന്നാൽ പിന്നത്തേതിലെ തേജസ് മങ്ങിപ്പോയി. എല്ലരിയ മങ്ങിപ്പോയി. എല്ലരി സ്തോത്രം എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ പഴയ നിയമത്തിന്റെ തേജസ് താൽക്കാലികമായിരുന്നു, എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ ഇന്നും തേജസ് ഉള്ളതാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നമ്മുടെ എല്ലാ സ്ഥിതികൾക്കും ഒരു മാറ്റം. ഹല്ലേലൂയ. പിന്നെ കേൾക്കുന്ന ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ എന്ന വാക്കിനെ സന്തോഷത്തോടുകൂടി ധ്യാനിച്ച് നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ എന്നുള്ള ദൈവവചനത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ ആത്മാവിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ അല്ലേലിയ. പിന്നീട് ആമേൻ ആമേൻ ഇവിടെ ജീവിച്ചിരിക്കുന്നവർ ആ തേജസ്സിനെ തേജസ് പ്രാപിച്ച് രൂപാന്തരം പ്രാപിക്കുമ്പോൾ നിങ്ങൾ അതിൽ കാണുമോ ശ്രോതാവേ? അതോ ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ ജീവിച്ച് നീ പോയാൽ അവസാനം നിത്യമായി നരകത്തിൽ ചെന്നിയാടും. അതുകൊണ്ട് ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ ഒരു ദൈവ പൈതലാണെന്നുള്ള അഭിമാനത്തോടെ ജീവിക്കണം. അതിലെ അതിനേക്കാൾ വേറെ ശ്രേഷ്ഠതയൊന്നും ഇല്ലെന്നാണ്. യേശുവിന്റെ രക്ഷിതാവാണെന്ന് പറയുമെന്ന് നീ ആമിൽ ലജ്ജിക്കരുത്. യേശുവിന്റെ സൃഷ്ടാവാണ്, യേശുവിന്റെ ദൈവമാണെന്ന് പറയുന്നതിനകത്ത് നീ അഭിമാനമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തെ നിർമൂലനം ചെയ്ത് ക്രൈസ്തവ വിശ്വാസത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന രാക്ഷസ സ്വഭാവമുള്ളവരുണ്ട്. ഹല്ലേലൂയ. അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നീ ഭൂമി തകർത്ത് കളഞ്ഞാലും അവർ തേജസ്സിൽ തേജസ് പ്രാപിച്ചവരായ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവർ ദൈവരാജ്യത്തിലുണ്ടാകും. എന്നാൽ ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുന്ന നീ എവിടെ ഉണ്ടായിരിക്കും? നീ കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നിത്യ നരകത്തിൽ കിടന്ന് നീ അയ്യം വിളിക്കും. ഹല്ലേലൂയ. നിന്നെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ, നിന്നെ ഇവിടെ പുറത്തേക്ക് മോചനം കൊണ്ടുവരുവാൻ, അവിടെ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇന്ന് നീ നിൽക്കുന്ന മതങ്ങളോ മതമേലാളന്മാരവിടെ കാണത്തില്ല. അവരും നിന്നോടൊപ്പം നരകത്തിലുണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമി വെച്ചാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ നയിക്കുന്ന പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം,
കൊലോസ് ലേഖനം ഹല്ലേലൂയ 3-4 പറയുന്ന ഇങ്ങനെയാണ്. ഹല്ലേലൂയ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടാൻ സമയമായി. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെല്ലാം അവരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. രക്തം ചെയ്യും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പുതുജീവൻ പ്രാപിച്ച വിശ്വാസിയുടെ യഥാർത്ഥ സ്വഭാവം ഹല്ലേലൂയ ഇപ്പോൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നുവെങ്കിലും ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ വിശ്വാസിയും അവരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്നാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സ്വഭാവം പൂർണ്ണമായി അവരുടെ സ്വഭാവം, അവരുടെ ജീവിത ഗുണങ്ങൾ പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ലെങ്കിലും ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ നമ്മളിലും ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെടും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾക്ക്, ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നീ ജീവിച്ച് നിത്യ നരകത്തിലേക്ക് പോകാതെ നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കണം. നിന്നെ രക്ഷിപ്പാനും നിന്നെ ശക്തിപ്പെടുത്തുവാനും നിന്നെ ദൈവരാജ്യത്തെ എത്തിക്കുവാനും സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. മരിച്ചുപോയ മനുഷ്യൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. മരിച്ചുപോയ മനുഷ്യൻ ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ പാപത്തിന് പരിഹാരം വരുത്തണം. യേശുവിനെ രക്ഷിതാമായി സ്വീകരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതിനാൽ അവൻ തന്നെയാണ് നമ്മുടെ ജീവൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കർത്താവ് തന്നെയാണ് നമ്മുടെ ജീവൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അതിന്റെ മഹത്വം പൂർണ്ണമായി നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവരോട് സദൃശ്യന്മാരാകുമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ ഈ 1 യോഹന്നാന്റെ 3:2 ഈ കൊലോസ്യ ലേഖനം 3:4 കൂടെ ചേർത്ത് വായിച്ചാൽ നമ്മുടെ ജീവനായ ക്രിസ്തു. ഹല്ലേലൂയ. അതേ സ്നേഹിത, നിന്റെ ജീവനായത് ക്രിസ്തുവാ. ഒരുപക്ഷെ പറയും, നിന്റെ ജീവനായത് നിന്റെ ഭാര്യയാണ്, നിന്റെ ജീവൻ നിന്റെ മക്കളാണ്, നിന്റെ ജീവനായത് നിന്റെ മാതാപിതാക്കളാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ ജീവനായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടോ? ഭൂമി ജീവനായത് നിന്റെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, നിന്റെ ജീവനായത് നിന്റെ അപ്പനും അമ്മയും നിന്റെ മക്കളാണെങ്കിലും, ഈ ഭൂമി ജീവനായത് നീ ഉണ്ടാക്കിയ ധനങ്ങളായിരുന്ന സമ്പാദ്യമായിരുന്ന സ്ഥാനമാനങ്ങളായ ജോലിയായിരുന്നാലും നിനക്കുള്ള കിരീടങ്ങളായിരുന്നാലും യേശുക്രിസ്തു ജീവനായി നിന്റെ ഉള്ളിലുണ്ടോ ശ്രോതാവേ? ഹല്ലേലൂയ. യേശുക്രിസ്തു ജീവനായിട്ട് നിന്റെ ഉള്ളിലില്ലെങ്കിൽ ഈ ഭൂമി ജീവനായി നീ കരുതിയതെല്ലാം മണ്ണോട് മണ്ണായി ചെയ്യും, രക്തം ചെയ്യും. ഈ ഭൂമിയിൽ നീ ജീവനായി കണ്ടതെല്ലാം ഹല്ലേലൂയ. ചിലർ പറയും, അവൻ എന്റെ ജീവനാണ്, അവൾ എന്റെ ജീവനാണെന്നൊക്കെ പറയത്തില്ലേ? ഞാൻ എന്റെ ഹൃദയം അവന് വേണ്ടി കൊടുത്തു, എന്റെ ജീവൻ അവന് വേണ്ടി കൊടുത്തു എന്നൊക്കെ പറയില്ലേ? അതൊക്കെ ഭൂമി താൽക്കാലികമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അവസാനം ഒരു പിടി മണ്ണിൽ നീ നിന്റെ ജീവൻ കൊടുത്താലും അവൻ നിന്റെ ജീവനാണെന്ന് പറഞ്ഞാൽ ഒരു പിടി മണ്ണിലാണ്. എന്നാൽ നമ്മുടെ ജീവനായ ക്രിസ്തു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തുവിൽ നീ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവനായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? രക്തം ചെയ്യാം. ഇല്ലെങ്കിൽ ഇന്ന് നീ അവസരം കൊടുത്തോ. നിന്റെ ജീവനായ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടി ലോകത്തിന്റെ പാപസുഖങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്ന രക്ഷ പ്രാപിക്കണം. മാനസാന്തരപ്പെടുന്നവൻ വിശ്വാസ സ്നാനം സ്വീകരിക്കണം. ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം. ദൈവകൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുന്നവൻ ആത്മസ്നാനം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിക്കണം. അവൻ വിശുദ്ധ ജീവിതം നയിക്കണം. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളോടൊപ്പം ചേർന്ന് കൂട്ടായ്മ ആചരിക്കണം. ദൈവമക്കൾ ഒന്നിച്ചു കൂടി വരുമ്പോൾ അപ്പം നുറുക്കി അല്ലെങ്കിൽ പ്രാർത്ഥന കഴിച്ചും പോരണം. സഭയുടെ അടിസ്ഥാന ഉപദേശത്തിലേക്ക് നീ മടങ്ങി വരണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. നിനക്ക് പല അടിസ്ഥാന ഉപദേശങ്ങളും കാണും. ആ അടിസ്ഥാന ഉപദേശങ്ങളൊന്നും നിന്നെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. രക്തം ചെയ്യണം.
ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ സ്നേഹിത മടങ്ങി വരണം. അങ്ങനെ ക്രിസ്തു വെളിപ്പെടുന്ന ദിവസത്തിനായി സകല സൃഷ്ടികളും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അതിനുശേഷം നമുക്ക് കണ്ണുനീരല്ല, കഷ്ടങ്ങളല്ല, ദുഃഖമല്ല, തേജസ്സിന്റെ ദേശമായ സ്വർലോകത്തിൽ ആ ദൈവരാജ്യത്തിൽ നാം എന്നെന്നും ക്രിസ്തുവിനോടുകൂടെ ആനന്ദിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കണ്ണുനീരെല്ലാം മാറിപ്പോകും. ഇന്ന് നിങ്ങൾ കണ്ണുനീരോട് കൂടി ജീവിക്കുന്ന വ്യക്തിയാണ്. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിന്റെ കണ്ണുനീര് മാറും, നിന്റെ കഷ്ടങ്ങളെല്ലാം മാറും, നിന്റെ ദുഃഖങ്ങളെല്ലാം മാറി തേജസ്സിന്മേൽ നിറയപ്പെട്ട ദൈവരാജ്യത്തിൽ തേജസ്സിന്റെ ഉടയവനായിരിക്കുന്ന ജീവനായ ക്രിസ്തുവിനോടുകൂടെ നിന്റെ നിത്യത മുഴുവൻ നീ ചെലവഴിക്കും. രക്തം ചെയ്യാം. അതെ, ഇവിടെ ചിലപ്പം കഷ്ടങ്ങൾ കാണും, കണ്ണുനീര് കാണും, ദുഃഖമൊക്കെ കാണും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഇതെല്ലാം നമ്മൾ നീങ്ങിപ്പോകും. നമ്മുടെ കണ്ടുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവരാജ്യം യേശു നമുക്ക് വേണ്ടി പണിയുന്നുണ്ട്. സ്വർഗീയരിശിലെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നീ എത്തിച്ചേരണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം വരുത്തി വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശവരവിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനോടൊപ്പം നീ തേജസ് പ്രാപിച്ച് ദൈവരാജ്യത്തിൽ കാണണമെന്നാണ് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. അത് മതപരിവർത്തനമല്ല, അതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഒരു മതത്തിന്റെ തീരുമാനമല്ല. യേശുക്രിസ്തു ഒരു മത നേതാവല്ല, ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, പാപത്തിന് ശുദ്ധീകരണം വരുത്തി, കർത്താവായ യേശുക്രിസ്തു ജീവനായി മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ നിന്നെയും ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമി സ്ഥാപിച്ചത്. ഭൂമി മതമൊക്കെ സ്ഥാപിച്ചത് മനുഷ്യനാണ്. മതം സ്ഥാപിച്ചതും മതങ്ങൾക്കെല്ലാം ദൈവങ്ങളെ ഉണ്ടാക്കിയതും ഈ ഭൂമിയിലെ മനുഷ്യനാണ്. മതമുണ്ട്, മതങ്ങൾക്കെല്ലാം ദൈവങ്ങളുമുണ്ട്. അതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഒരു മതം പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം മതം മാറ്റമല്ല, മനസ്സിന്റെ പരിവർത്തനം വരുവാനാണ്. നിന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തി, നിന്റെ പാപത്തിന് ഞാൻ നീക്കുപോക്ക് വരുത്തി. ആമേൻ. ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നീ തേജസ് പ്രാപിച്ചവനായി ദൈവരാജ്യം കാണണമെന്നുള്ള ആഗ്രഹത്തിനാണ് ആ സത്യമാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. കാരണം ഞങ്ങൾ ഈ സത്യം അറിഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾ ഈ സത്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയാം, ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ, അവൻ മുമ്പ് ഞങ്ങളുടെ കണ്ണുകളെ കുരുടാക്കിയിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ചപ്പോൾ, ജീവനായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഞങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ലോകത്തിൽ സുഖം മടങ്ങി, ഇവിടുത്തെ മദ്യവും മയക്കും ലഹരി, ഇവിടുത്തെ ജഡിക തുറന്നടപ്പ്, വിചാര പരസംഗ അശുദ്ധി ദുഷ്കാമ പ്രവൃത്തികളൊക്കെ വിട്ട്, ജഡത്തിന്റെ പ്രവൃത്തിയൊക്കെ വിട്ടിട്ട് നീ മടങ്ങുക. ജീവനായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കട്ടെ. ജീവനായ ക്രിസ്തു വസിക്കാൻ വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് നീ കൊടുക്കുക. രക്തം ചെയ്യും. നിന്റെ കഷ്ടങ്ങൾ മാറും, നിന്റെ കണ്ണുനീര് മാറും, നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ പ്രതിസന്ധികളെല്ലാം മാറും. ഇന്ന് നീ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം തരുവാൻ യേശു ആഗ്രഹിക്കുന്ന ജീവനായ ക്രിസ്തുവിന് വസിപ്പാൻ നിന്റെ ഹൃദയം കൊടുക്കുന്നു. രക്തം ചെയ്യും. മനുഷ്യൻ പറയും എന്നും കഷ്ടതയാ, കൂരിന്മേ കുരു, ഒന്ന് മാറും ഒന്ന്, ഇതെല്ലാം എന്റെ വിധിയാ, ഞാൻ എത്ര കാലം ഇത് അനുഭവിക്കും, എത്ര കാലം ഇതെന്നെ കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ നീ പറയാറില്ലേ? അതെല്ലാം നീയാണ് വരുത്തി വെക്കുന്നത്. നിന്റെ ജീവിതത്തിലെ ശാപങ്ങളെല്ലാം നീ മുഖാന്തരം വരുത്തി വെച്ചതാണ്. നിന്റെ പിതാക്കന്മാർ മുഖാന്തരം വന്നതാണ്. അതിന് പരിഹാരം നീ വരുത്തണം. ഹല്ലേലൂയ. അതിനാണ് നിനക്ക് അറിവും ജ്ഞാനവും വിദ്യാഭ്യാസവും പരിജ്ഞാനവും വിവേകവും ഒക്കെ തന്ന ദൈവം നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നിന്റെ വിധി എന്നും ഇതെല്ലാം എനിക്കിങ്ങനെ വന്നേ പറ്റുള്ളൂ, ഞാൻ ഇതും കണ്ടേ പോകുള്ളൂ എന്നൊക്കെ നീ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ജ്ഞാനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ പാപത്തെ ഏറ്റുപറയണം. പാപം ഏറ്റുപറഞ്ഞ് പാപം വസിക്കുന്ന, പാപം കുടിയിരിക്കുന്നതിന്റെ ഹൃദയത്തിനകത്ത് അശുദ്ധി കുടിയിരിക്കുന്നതിന്റെ ഹൃദയത്തിനകത്തെ അശുദ്ധി നീ പുറത്തു കളഞ്ഞിട്ട് ജീവനായ ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കണം. അപ്പോൾ നിന്റെ കഷ്ടങ്ങളെല്ലാം മാറും. ഈ ലോക ജീവിതത്തിലും ആമേൻ ആത്മീയ ജീവിതത്തിലും ഹല്ലേലൂയ അവൻ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. രക്തം ചെയ്യും. അല്ലെ ഇതെല്ലാം എന്റെ വിധിയാന്ന് പറഞ്ഞിരിക്കാതെ, അല്ലേ? എന്നെ കണ്ട് ഇതൊക്കെ പോകുമെന്ന് പറഞ്ഞ് ശാപവാക്കുകൾ നീ ഉച്ചരിക്കാതെ, ഹല്ലേലൂയ. സ്തോത്രം. പിശാചിന് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. പിശാചിന്റെ വായിക്കകത്ത് നിന്റെ വാഗുകൊണ്ട് സംസാരിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. മാനസാന്തരത്തിൽ ഇടങ്ങുക.
അപ്പൊ കർത്താവ് പറയുന്നത് അല്ലേ സ്തോത്രം, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് നമ്മൾ പത്രോസപ്പോസിനും പറഞ്ഞു. ലേലി ഈ സുവിശേഷം ഇതെല്ലാം പറയുന്നതും ലേഖനങ്ങളെല്ലാം പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കണം. 1 പത്രോസ് ലേഖനം 5-ാമത്തെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഇടയശ്രേഷ്ഠൻ, ഹല്ലേലൂയ. നമ്മുടെ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷമാകുന്നു. അത് നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ തേജസ്സിന്റെ ആ കിരീടം വാടാത്തതാണ്. ഭൂമിയിലുള്ള സകല കിരീടങ്ങളും വാടിപ്പോകുന്നതാണ്. ഭൂമി മനുഷ്യൻ തലയിൽ ചാർത്തിയിരിക്കുന്ന സ്വർണ്ണ കിരീടം പോലും അത് തീയാൽ ഉരുകിപ്പോകുന്നതാണ്. ഹല്ലേലൂയ. നമ്മളുകളിൽ ചിലരൊക്കെ സ്വർണ്ണക്കിരീടമൊക്കെ കൊടുക്കുന്ന കാണില്ല. സ്വർണ്ണക്കിരീടം എന്ന് പറഞ്ഞപ്പോഴത്തേനും ആക്രാന്തം പ്രാപിച്ച് സ്വർണ്ണക്കിരീടം കിട്ടിയെന്ന് പറഞ്ഞ ആക്രാന്തം പ്രാപിച്ച് സ്വർണ്ണക്കിരീടത്തിന് മുമ്പിൽ പലരും വീണുപോയി. ആ സ്വർണ്ണക്കിരീടത്തിന് മുമ്പിൽ വീണുപോയവരൊക്കെ കിടന്ന് അയ്യം വിളിക്കുക. ആ സ്വർണ്ണക്കിരീടമൊക്കെ തീയാൽ ചുട്ടഴിയുന്ന ദിവസം വരും. അതൊക്കെ തീക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇവിടെ 5 കോടിയുടെയോ 5 ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ എത്ര വിലമതിപ്പുള്ള സ്വർണ്ണക്കിരീടം നിന്റെ തലയിലുണ്ടെങ്കിലും അത് തീയാൽ ഉരുകിപ്പോകും, രക്തം ചെയ്യും. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം, അത് കർത്താവ് തരുന്നതാണ്. അത് തീയാൽ ഉരുകിപ്പോകുന്നതല്ല, തീയാൽ നശിച്ചു പോകുന്നതല്ല, ഒരു പിടി മണ്ണായി മാറുന്നതല്ല, വാടാത്ത. ഹല്ലേലൂയ. തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിച്ച നീ ദൈവരാജ്യത്തിൽ വസിക്കുന്നത്. രക്തം ചെയ്യും. പ്രൈസലോ. നീ ആത്മാവിൽ ഇത് കാണണം കേട്ടോ. ഹല്ലേലൂയ. ഭൂമിയിൽ ആരെങ്കിലും നിന്റെ തലയിൽ കൊണ്ട് കിരീടം വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല ഇവിടെ തീരുവെന്ന്. നിന്നെ മയക്കാൻ വേണ്ടി, നിന്നെ വശീകരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ തലയിൽ കിരീടം വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പിട്ട് കേരളത്തിലെ ഒരു ജില്ലയിലെ ജനത്തെ വശീകരിച്ച ഒരു സ്വർണ്ണ കിരീടമാണ്. ഹല്ലേലൂയ. ഒരു സ്വർണ്ണ കിരീടം കൊണ്ടുവന്ന് കേരളത്തിലെ ഒരു ജില്ലയിൽ, നിങ്ങൾക്കറിയാം, ആ ജില്ലയിലെ ജനത്തിന്റെ കൺമുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ജില്ലയിലെ ജനം മുഴുവൻ ആ സ്വർണ്ണ കിരീടത്തിന് മുമ്പിൽ മയങ്ങിപ്പോയി. അതെല്ലാം ചുട്ടഴിയുന്ന ദിവസമുണ്ട്. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങൾ വാടാത്ത കിരീടം പ്രാപിക്കും. അത് യേശുവിൻ്റെതാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിന് വേണ്ടി നീ ജീവിക്കരുത്, നീ യേശുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിന് സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. ലോകം നിന്നെ പല കിരീടങ്ങളും ചാർത്തും, പല പൊന്നാടയും നിന്നെ അണിയിക്കും. ഹല്ലേലൂയ. സ്വതം. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസലോ. ഇതൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് പറയണം, പക്ഷെ ഇതിനകത്തോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാത്ത മീറ്റിംഗ് ഞാനതൊക്കെ പറഞ്ഞേനെ. ഹല്ലേലൂയ. സ്വതന്ത്രം. പ്രൈസ്. മാനസാന്തരപ്പെടണം. അതുകൊണ്ടുള്ള യോഹന്നാൻ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എനിക്ക് ചാങ്കൂറ്റത്തോടെ പറയാൻ കഴിയും. യോഹന്നാൻ പറഞ്ഞു, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു ചാങ്കൂറ്റത്തോടെ, ചങ്കത്ത് കൈവച്ച് പറയാൻ കഴിയുമോ നിനക്ക് നീ ദൈവമകനാണ്, ദൈവമകളാണെന്ന്. ഹല്ലേലൂയ. നാം ഇന്നതാകുമെന്ന് ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. നമുക്ക് ചാങ്കൂറ്റത്തോടെ പറയാൻ കഴിയും, ഞാൻ ദൈവമകനാണ്, ദൈവമകളാണെന്ന് പറയാൻ കഴിയണം. പ്രൈസ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയാണ്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഹല്ലേലൂയ. കണ്ണാടി എന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിക്കുന്നു. നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 13:12 വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നാം കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായി കാണുന്നു, അപ്പോൾ നാം മുഖാമുഖമായി കാണും. ഇപ്പോൾ അവൻ അംശമായി അറിയുന്നു, അപ്പോഴോ അവൻ അറിയേണ്ടതുപോലെ അറിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് കണ്ണാടി എന്ന് പറയാൻ ദൈവത്തിന്റെ വചനത്തെ കുറിക്കുന്നു. വേദപുസ്തകത്തിൽ നിന്നും സ്വർഗരാജ്യത്തെ കുറിച്ച് അല്പം മാത്രമേ നമുക്കറിയുന്നുള്ളൂ. വേദപുസ്തകത്തിൽ നിന്ന് ദൈവരാജ്യത്തെ കുറിച്ച് അല്പം മാത്രമേ നമുക്കറിയാവുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ നാം അംശമായി അറിയുന്നു. ഹല്ലേലൂയ. അപ്പോഴും ഞാൻ അറിയപ്പെടേണ്ടതുപോലെ തന്നെ അറിയും. ഹല്ലേലൂയ. ഇപ്പോൾ നാം ദൈവമക്കളാണെന്ന് നമുക്കറിയത്തുള്ളൂ. അല്ലേ? ഇപ്പൊ നാം ദൈവമക്കളാണെന്നേ അറിയത്തുള്ളൂ. നാം ഇന്നതാകുമെന്ന് നമുക്കറിയത്തില്ല.
അതെ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോഴാണ് നാം ഇന്നതാകുന്നു എന്നറിയുന്നു. അന്നാണ് തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ നമ്മൾ സന്തോഷിച്ച് ആനന്ദിക്കുന്ന ദിവസം. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരിക്കുകയാണെങ്കിൽ ഇനിമേൽ വരുവാൻ പോകുന്ന തേജസ്സേറിയ നിലയെ നിങ്ങൾ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ നിങ്ങളെ പരിശോധിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ നിങ്ങളൊരു ദൈവമകനാണോ, ദൈവവേദനാണോ? ഇപ്പൊ നിങ്ങളെല്ലാം അംശമായിട്ടാണ് അറിയുന്നത്. ഹല്ലേലൂയ. അതെ, യേശു വരാൻ സമയമായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ സമയമായി. മുമ്പേ മരിച്ച വിശുദ്ധന്മാരെ ഉയർക്കേണ്ട സമയമായി. ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാം തേജസ് പ്രാപിച്ച് നമ്മുടെ ശ്രേഷ്ഠനായ കർത്താവിന്റെ കയ്യിൽ നിന്ന് വാടാത്ത കിരീടം പ്രാപിച്ച് നമ്മുടെ യേശുവിനെ മുഖാമുഖമായി കാണുവാൻ നീ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ ശ്രോതാവേ? ഉണ്ടോ സഹോദര സഹോദരി? അതോ ഇന്ന് നിന്റെ പാരമ്പര്യത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട്, നിന്റെ പാരമ്പര്യത്തിന്റെ മഹിമ പറഞ്ഞ് ഇന്ന് നിന്റെ അപ്പൂപ്പന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ നിൽക്കുകയാണോ? ഹല്ലേലൂയ. സ്തോത്രം. പണ്ടൊരു വ്യക്തി എന്നോട് പറഞ്ഞേ, ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരാലാണ് ഇതെല്ലാം സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇവിടുന്ന് അങ്ങനെ തന്നെ ഹല്ലേലൂയ അങ്ങനെ പോകുന്നു. അതെ, പിതാക്കന്മാര് സ്ഥാപിച്ചത് പലതും, ഹല്ലേലൂയ, പിതാക്കന്മാർ കാണിച്ചു വെച്ചത് പലതും നിന്റെ ജീവിതത്തിൽ ശാപമായിട്ട് മാറാറുണ്ട്. പിതാക്കന്മാർ നിന്നെ കാണിച്ചു തരാത്ത ക്രിസ്തുവിന്റെ തേജസ്സിനെ ഈ കാലഘട്ടത്തിൽ അറിയുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് കൃപ തന്നത്, പരിജ്ഞാനം തന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിനൊക്കെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നിന്റെ പാരമ്പര്യത്തിന്റെ മഹത്വം പറഞ്ഞ് നിൽക്കാതെ ഇടയശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവ് വരുമ്പോൾ നീ തേജസ് പ്രാപിച്ച് മുഖാമുഖമായി അവനെ കണ്ട കിരീടധാരിയാകണമെങ്കിൽ ഇവിടെ വെച്ച് നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാത്ത ഒരു പാപിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. അവൻ എത്ര ഉന്നതനായിരുന്നില്ല, എത്ര കോടീശനായിരുന്നാലും, എത്ര സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ലോകരാജ്യ രാഷ്ട്ര തലവന്മാരായിരുന്നാൽ പോലും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഭൂമി നിനക്ക് അനവധി ഉന്നതമായ പദവികൾക്കാണ്, സ്ഥാനമാനങ്ങൾക്കാണ് കിരീടധാരിയായിരിക്കുന്ന ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. നിനക്ക് ചുറ്റും നിൽക്കുവാൻ ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ്. നീ ഒന്ന് കൽപ്പിച്ചാൽ പലതും ചെയ്യുവാൻ ആള് കാണും. പക്ഷേ നിനക്കൊരു മരണമുണ്ട് സ്വഭാവി. നീ ഭൂമി മരിക്കും. മരണാനന്തരം നിനക്കൊരു ജീവിതമുണ്ട്. അന്ന് തേജസ് പ്രാപിച്ച് മുഖാമുഖമായി നീ കർത്താവിനോട് കൂടെ ദൈവരാജ്യത്തിൽ കിരീടധാരിയായി ശോഭിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ നിന്റെ മഹത്വമൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് നീ കർത്താവിനെ സ്വന്തം രക്ഷിതാംബിതമായി സ്വീകരിക്കണം. രക്തം ചെയ്യണം. ക്രൈസ്തവ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പടി പോലും നിനക്ക് ചവിട്ടാൻ കഴിയത്തില്ല. നീ നരകരാജ്യത്തിലേക്ക് പോകും. ഹല്ലേലൂയ. ഇതൊക്കെ സുവിശേഷമാണ്. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചു പഠിക്കുക, സത്യവേദപുസ്തകം വായിച്ചു പഠിക്കുക. ഞങ്ങൾ അതിനകത്ത് പറയുന്ന കാര്യം മാത്രമേ പറയാറുള്ളൂ. സത്യവേദപുസ്തകത്തിലുള്ളത് മാത്രമേ ഞങ്ങൾ പ്രസംഗിക്കാറുള്ളൂ. അത് കേൾക്കുമ്പോഴാണ് പലർക്കും അങ്ങോട്ട് കരുതുള്ളത്. അത് ഞങ്ങൾ സത്യവേദപുസ്തകം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കരുതുള്ളിയാലും ഞങ്ങൾക്ക് പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾ തേജസ് പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി എടുക്കപ്പെടാതിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞങ്ങൾക്ക് മരണമായിരിക്കും, ഒരുപക്ഷെ കർത്താവിന്റെ വരവില്ല. എന്തായിരുന്നാലും ഞങ്ങളെ ഇടയശ്രേഷ്ഠനായ കർത്താവിന്റെ വരവില് ഞങ്ങളെ തേജസ്സിന്മേൽ വാടാത്ത തേജസ്സിന്റെ കിരീടം പ്രാപിക്കും. ഞങ്ങളുടെ വിശ്വാസവും അത് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളൊരു ദൈവകരാണോ? നിങ്ങൾ പരിശോധന കർത്താവിന്റെ കുടുംബത്തിൽ വീണ്ടും നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ഞാൻ നീ പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിനക്കൊരുപാട് പ്രമാണങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട്, പക്ഷെ നീ വീണ്ടും ജന്മം പ്രാപിച്ചു. പള്ളിയുടെ പ്രമാണത്തിനും പള്ളിയുടെ രജിസ്റ്ററിലും നിന്റെ പേരുള്ളത് കൊണ്ട് ദൈവരാജ്യത്തിന്റെ പേര് വരത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പണ്ട് ലോകപ്രകാരം ജീവിച്ചപ്പോൾ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ജീവിച്ച കാലഘട്ടത്തിൽ എൻ്റെ പള്ളിയുടെ ബുക്കിനകത്ത് അവരുടെ രജിസ്റ്ററിനകത്ത് എൻ്റെ പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പള്ളി ഞാൻ അല്ലെങ്കിൽ ശിശുനാഥ സഹരിജാമയെ സ്വീകരിച്ചപ്പോഴും ആ പള്ളിയിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അവിടുത്തെ രജിസ്റ്ററിൽ, പള്ളിയുടെ രജിസ്റ്ററിൽ എൻ്റെ പേരുണ്ടായതുകൊണ്ട് ദൈവരാജ്യത്തിൽ എൻ്റെ പേരുണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ പേരുണ്ടാകണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിക്കണം. അല്ലാത്ത ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന അവകാശങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ അല്ലെങ്കിൽ സ്തോത്രം അധികാരങ്ങളും നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കത്തില്ല. നിങ്ങൾ പരവശരായി തീരാതെ കൂടാനുകൂടി ജനങ്ങളുടെ മധ്യേ ഹല്ലേലൂയ
നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ ശോഭാപരിപൂർണമായ ജീവിതത്തിൽ, കർത്താവിന്റെ ശോഭാപരിപൂർണമായ അനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ മേൽ കർത്താവിന്റെ സ്നേഹം നിങ്ങൾ വരുത്തണം. നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കണം. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നവർ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി 18-3 വാക്യം വായിക്കും, ഞാൻ വായിച്ചു വിടാം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ കൂടി ആയി വരുന്നില്ല എങ്കിൽ ആമേൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങൾ ശിശുക്കളെ പോലെ ആമേൻ ഇപ്പോൾ ജനിച്ചു വരുന്ന ഒരു ശിശുവിന്റെ ഹൃദയത്തിനകത്ത് പാപങ്ങളില്ല, സ്വഭാവങ്ങളില്ല. ആ ശിശുവിന് ലോകത്തെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ തിരിഞ്ഞു വരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ലെന്ന് ആമേൻ മത്തായിയുടെ സുവിശേഷം 18:3 യേശു തന്നെ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഹന്നാൻ പറഞ്ഞ വചനത്തിലേക്ക് വരട്ടെ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അത് നീ വീണ്ടും ജന്മം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവനായ ക്രിസ്തു വസിക്കാൻ വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കാൻ നീ തയ്യാറാണോ? ആമിയുടെ ഇടശ്രേഷ്ഠനായ യേശു വെളിപ്പെടുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം ദൈവരാജ്യത്തിൽ നിനക്ക് കാണുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുവേണ്ടി നീ ആദ്യം നിന്റെ മകൾ നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക. നിന്റെ ഭവനത്തിന്റെ മക്കളോട്, നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിന്റെ, നിന്റെ സഹോദരന് നീ സുവിശേഷം പറഞ്ഞ് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതുപോലെ ദൈവം നിനക്കായി ഒരു തന്നിരിക്കുന്ന സമയത്ത് നഷ്ടപ്പെടുത്തി കളയരുത്. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേരളത്തെ 3 കൂടി ജനങ്ങൾ തലമുറകൾ നടത്തപ്പെടാത്ത അന്യസ്ഥാനത്തൊഴിലാളികൾ, ഇന്ത്യയിലെ കർത്താവ് 143 കോടി ജനങ്ങൾ തലമുറപ്പെടണം. ലോകരാജ്യം 800 കോടിയിലധികം ജനങ്ങളും തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരെ, ഭരണ സംവിധാനങ്ങളെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വതം ആമി ശൈശ്വത്തിൽ മാനിക്കോമാരും യൗവനത്തിലും വാർത്തയും രാജ്യത്തെ രസന യാചക ഓർഫനേജ് തലമുറയിലായിരിക്കുന്ന സകല ജനത്തെയും പാരമ്പര്യത്തിനകത്ത് കർത്താവ് എളിയ പൗരോഹിത്യത്തിനകത്ത് നിറഞ്ഞേൽക്കുന്ന മതബന്ധനത്തിനകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന ഈ ലോകത്തിന്റെ പാപസ്വങ്ങളിൽ വീണ് ചെടിക ജീവിതം നയിക്കുന്ന മദ്യത്തിനും മയക്കു ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന ശാപത്തിൽ കിടക്കുന്ന സാത്താനി ബന്ധനത്തിൽ വീണ്ടുകിടക്കുന്ന കോടാനുകൂടി ജനങ്ങൾ ഈ ദിവസങ്ങളിൽ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവ് ദൈവരാജ്യത്തിന്റെ അവകാശികളായി ജീവനമായ ക്രിസ്തു വസിക്കാനുള്ള ഹൃദയങ്ങളെ വിട്ടുകൊടുക്കാനായി പ്രാർത്ഥിക്കുന്നു. അനുഭവത്തിൽ കുടുംബ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ കടക്കരിയാൽ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുമ്പോൾ ആമി കർത്താവി കുടുംബ ജീവിതം ചിന്ന ഭിന്നമായി തകർന്ന് ആമി കർത്താവി അനുഭവത്തി കുടുംബം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവി എല്ലാ മേഖലയിലെ ജാതി മത വ്യത്യാസമില്ലാതെ ആമി വലിയവരെന്നോ ചെറിയനോ വ്യത്യാസമില്ലാതെ സകല ജനത്തിനും ആത്മരക്ഷ കൊടുക്കുന്ന യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഈ ജനം മടങ്ങി വരും പ്രാർത്ഥിക്കും. ദേശരാജ്യങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കഷ്ടതയുടെ കടന്ന് രോഗികളായിരിക്കുന്നവർ, ശാപത്തിൻ കീഴിൽ കിടക്കുന്നവർ, മദ്യത്തിന്റെ എതിരിക്കും അടിമപ്പെട്ട് കിടക്കുന്നവർ, ഈ ലോകത്തിന്റെ പാപാന്ത കാര്യത്തിൽ വീട് കിടക്കുന്ന സകല ജനത്തെയും, എല്ലാ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരെ, എല്ലാ മത നേതാക്കന്മാരെയും, എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക എല്ലാ മീഡിയ രംഗം നിൽക്കുന്നവർ, എല്ലാ സൈന്യം, എല്ലാ വിദേശ പാർട്ടികളും, ഇവിടുത്തെ കൂടി സമ്പത്തിലുള്ള കൂടി സെൽവങ്ങളുള്ള പദവി നിൽക്കുന്ന സകല ജനങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഞങ്ങൾ ദൈവരങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ വിട്ട്, ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ, ഇവിടുത്തെ അധികാരങ്ങൾ, ഇവിടുത്തെ അവകാശങ്ങൾ, പാരമ്പര്യങ്ങളൊന്നും സ്വർഗരാജ്യത്തിലേക്ക് വഴിയില്ല, സ്വർഗരാജ്യത്തിലേക്ക് അതൊന്നും എത്തുകയിലും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജനം ഭൂമി വെച്ച് തന്നെ ശുദ്ധീകരിക്കപ്പെട്ട യേശുവിന്റെ ഹൃദയം കൊടുക്കുവാൻ ജനത്തിന്റെ ഹൃദയങ്ങൾ ഒരുക്കണമേ. ദൈവദാസിദാസന്മാർ, മക്കൾ, തലമുറകൾ ദേശത്തും വിദേശമായി ദേശരാജ്യങ്ങൾ ജോലിക്കായി കടന്ന് കഷ്ടം സഹിക്കുന്ന നൊമ്പരമനുഭവിക്കും വേദനിക്കപ്പെടുന്ന അനേക ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കർത്താവും വേർതിരിയും വാർത്തക സഹജമാശയോ ഭാരപ്പെടുക, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, വിവിധ ഘടീമകളായിരിക്കുന്നവർ, ശാപരോഗബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന സകല ജനങ്ങൾ പിടിപ്പിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല മുഖത്തും എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.